ദൈവത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ എല്ലാ നാട്ടിലുമുണ്ട്. ഇവരുടെ തട്ടിപ്പുകളൊക്കെ പൊളിച്ച് കാണിച്ചാൽ അധികം ആളുകൾ വഞ്ചിക്കപ്പെടില്ല എന്ന് ചിന്തിച്ച് എല്ലാം വിളിച്ചു പറയുന്നവരുമുണ്ട്. അതും അവരുടെ കൂട്ടത്തിൽ കൂടി അബദ്ധത്തിൽ ചാടിയ അനുഭവമുള്ള പലരും വിളിച്ചു പറയും. എന്നിട്ടും ഈ തട്ടിപ്പ് വീരന്മാരുടെ ഇരയാകുവാൻ എന്തിന് ജനങ്ങൾ തള്ളിക്കയറുന്നു? തങ്ങളുടെ ചരക്കിന് മാർക്കറ്റില്ലെന്ന് കണ്ടാൽ അവർ വേറെ പണി നോക്കിക്കൊള്ളൂ, ഇല്ലേ? ആയതിനാൽ എനിക്കിന്ന് പറയുവാനുള്ളത് ഈ തട്ടിപ്പിന് തലവെച്ച് കൊടുക്കുന്നവരോടാണ്. അവർ ഉൾപ്പെട്ടിട്ടുള്ള മതം അല്ലെങ്കിൽ സഭ അവരുടെ ഒരു ദൗർബല്യമാകുന്നു എന്നതാണ് പ്രശ്നം. അനേകർക്കും ദൈവഭക്തിയേക്കാളേറെ മതഭക്തി അല്ലെങ്കിൽ സഭാഭക്തിയാണ് മുൻപിൽ നിൽക്കുന്നത്. അതവരുടെ ദൗർബല്യമാകുന്നു. സകലമാന മനുഷ്യരും ദൈവത്തിന് ഒരുപോലെയാകുന്നു എന്നും എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നതിലുപരി ആരെയും ആരാധിക്കേണ്ടതില്ല എന്നും മനസ്സിലാക്കിയാൽ പിന്നെ ആൾ ദൈവങ്ങളുടെ ആവശ്യം ഉണ്ടാവുമോ? ഇല്ല. മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു സഹായം ആവശ്യപ്പെട്ടാൽ പല ഉപാധികൾ നിരത്തി ഒഴിഞ്ഞു മാറുന്നവർ ഓൺലൈനിൽ കാണുന്ന ജപമാലകളും അനുഗ്രഹം കൊണ്ടുവരുമെന്ന് പറയുന്ന രൂപങ്ങളും എത്ര വിലയാണെങ്കിലും വാങ്ങും. ചൂഷണം ചെയ്യുന്നവരാണോ, ചൂഷണം ചെയ്യപ്പെടുവാൻ സ്വയം നിന്നുകൊടുക്കുന്നവരാണോ തെറ്റുകാർ? സത്യദൈവത്തെ ആരാധിക്കുവാൻ, ദൈവഭക്തിയോടെ ജീവിക്കുവാൻ ഈ പ്രഹസനങ്ങൾ ഒന്നും ആവശ്യമില്ല സുഹൃത്തെ. ഹോശേയ പ്രവാചകൻ പറഞ്ഞു, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്ന്. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. മീഖാ പ്രവാചകൻ പ്രവചിച്ചു, എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലേണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കേണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യേശു യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ദൈവാലയത്തിൽ ആരാധിക്കുവാൻ വരുന്ന പാവങ്ങൾക്കുള്ള സ്ഥലം കവർന്നെടുത്ത് മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ കച്ചവടം നടത്തിയിരുന്നവരെ യേശു പുറത്താക്കി. അവിടെ നടന്ന കച്ചവടത്തിൻ്റെ വിഹിതം പറ്റിയ മതനേതാക്കന്മാർ യേശുവിനെ ചോദ്യം ചെയ്തു. യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ ഇവിടം തൊട്ട് പരിശ്രമിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കാം. 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്നത്രേ. ഇവിടെ വേറെ ഒരു സ്ഥലമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഗലീലയിലെ കാനാവിൽ അവൻ തുടങ്ങി, തുടർന്ന് കഫർന്നഹൂമിലേക്ക് പോവുകയും ഇപ്പോൾ ഇതാ യെരുശലേമിൽ പോയതായും പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ ഈ പെരുന്നാളിനെ യഹൂദന്മാരുടെ പെസഹ എന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ യഹോവയുടെ പെസഹായാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് യഹൂദന്മാരുടെ പെസഹ ആയി വെറും മതപരമായ പെരുന്നാൾ അല്ലെങ്കിൽ ആചാരമായി തീർന്നിരിക്കുന്നു. പെസഹായുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി അതിൻ്റെ അക്ഷരം മാത്രം യഹൂദന്മാർ ആചരിച്ചു വന്നു. അത് കേവലം ഒരു ചടങ്ങായി അവർ തരം താഴ്ത്തി. യേശുവിൻ്റെ സമയമായപ്പോഴേക്കും ഈ ഉത്സവം കൊണ്ട് എല്ലാ വിധത്തിലും ഭൗതിക ലാഭമൊന്നു മാത്രമാണ് അവരുടെ ലക്ഷ്യമായി വെച്ചിരുന്നത്. വരുന്നവരുടെ ലക്ഷ്യവും കച്ചവടം നടത്തുന്നവരുടെ ലക്ഷ്യവും ഭൗതിക ലാഭം. എത്ര അർത്ഥവത്തായ ഒരു പെരുന്നാളാണ് ഈ മനുഷ്യർ അർത്ഥമില്ലാത്ത ചടങ്ങായി മാറ്റിയത്.
ഇന്നും ഇതല്ലേ സുഹൃത്തെ സ്ഥിതി? മതപരമായ സകല കാര്യങ്ങളും ഒരു ചടങ്ങ് മാത്രം. ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പോലും ആത്മാവ് നഷ്ടപ്പെടുത്തി അതിൻ്റെ അക്ഷരം മാത്രം നാം ആചരിച്ചു വരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന താങ്കൾക്ക് വാസ്തവത്തിൽ ദൈവീക സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടോ? അതോ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് താങ്കൾ താഴുകയാണോ? ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് ഭൗതിക സമൃദ്ധി അല്ലേ താങ്കൾ ആഗ്രഹിക്കുന്നത്? അത് ലഭിച്ചില്ലെങ്കിൽ പിറുപിറുപ്പ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ അഴിമതിയുടെയും ചൂഷണത്തിന്റെയും കേന്ദ്രങ്ങളല്ലേ? ആരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? പാവപ്പെട്ടവൻ. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ സാധനങ്ങൾക്ക് എന്തുമാത്രം വിലയാണ്. അതും നല്ലതൊന്നും കിട്ടുകയുമില്ല. അഴിമതി. ഇതെല്ലാം ദൈവത്തിന്റെ പേര് പറഞ്ഞാണ്. അത് ഏത് മതത്തിൻ്റെതാണെങ്കിലും ചൂഷണം തന്നെയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നു എങ്കിൽ മാത്രമേ ഈശ്വരനെ കാണുവാൻ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്നത് സുഹൃത്തെ തീർച്ചയായും തെറ്റാണ്. അത് താങ്കളെ ചൂഷണം ചെയ്യുവാനാണെന്ന് പാവപ്പെട്ടവർ ഓർക്കണം. താങ്കൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാവുന്നതാണ്. അതത്ര യേശു നമ്മെ പഠിപ്പിച്ചത്. ദൈവമായ യേശു പറയുന്നതിനേക്കാൾ ഈ കാര്യത്തിൽ ആധികാരികമായി പറയുവാൻ കഴിവുള്ള ആരും തന്നെയില്ല. അവിടുന്ന് പറഞ്ഞത് ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു എന്ന്. ഇന്നും ഇതുപോലെയുള്ള സ്ഥലങ്ങളാണല്ലോ കൂടുതൽ പ്രസക്തമായിട്ടുള്ളതില്ലേ? ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമക്കൾക്ക് മാത്രമാണ് അവകാശം. ദൈവമക്കളാകുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ദിവസം നാം പഠിച്ചതായിരുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ആരെ ഈ പെസഹ സൂചിപ്പിച്ചു പറഞ്ഞിരിക്കുന്നുവോ ആ വ്യക്തി വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു. നമ്മുടെ കർത്താവ് യെരുശലേമിലേക്ക് പോയി. അത് അവന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമായിരിക്കുകയില്ല. നേരെ മറിച്ച് അവന്റെ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ അവസാനമായിരിക്കാനിടയുണ്ട്. എല്ലാ പുരുഷന്മാരും ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിലേക്ക് പോകണമായിരുന്നു. പെസഹ പെരുന്നാളിലും പെന്തക്കോസ് പെരുന്നാളിലും കൂടാര പെരുന്നാളിലും യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പോകേണ്ടത് ആവശ്യമായിരുന്നു. ഇവിടെ ഇതാ പെസഹ പെരുന്നാളിന് യേശു യെരുശലേമിലേക്ക് പോകുന്നു. ഏപ്രിൽ മാസം പകുതിയോടെയാണ് പെസഹ പെരുന്നാൾ ആചരിച്ചു വന്നിരുന്നത്. സ്ഥലത്തോടും സമയത്തോടും യോഹന്നാൻ ഓരോ സംഭവത്തെയും ബന്ധിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവൻ ദൈവാലയത്തെ, അതായത് യേശു ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്നതായി നാം കാണുന്നു. 2 പ്രാവശ്യം യേശു അപ്രകാരം ചെയ്തു. ഒന്ന് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും രണ്ടാമത്തേത് ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലുമായിരുന്നു. പലരും 1 പ്രാവശ്യമേ യേശു അങ്ങനെ ചെയ്തിരുന്നുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവന്റെ ശുശ്രൂഷയുടെ അവസാനത്തിലും 2 വ്യത്യസ്ത സമയങ്ങളിൽ അവൻ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. 14 വാക്യം നോക്കിക്കേ. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് അവർ അവിടെ മൃഗങ്ങളെയും പ്രാവിനെയും ഒക്കെ വിൽക്കുകയും പണം മാറിക്കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ദേവാലയത്തിലെ നാണയമല്ലാതെ യാതൊരു നാണയവും അവർ അവിടെ സ്വീകരിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. വേറെ യാതൊരു നാണയവും അവിടെ ഉപയോഗിക്കുന്നതിനോ അർപ്പിക്കുന്നതിനോ കഴിഞ്ഞിരുന്നില്ല. ആയതിനാൽ അവിടെ പണം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേക ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. നാണയ വിനിമയത്തിൽ അവർ നല്ല ആദായം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ദേവാലയത്തിൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പുറത്തെ പ്രാകാരത്തിൽ, അതായത് ജാതികളുടെ പ്രാകാരത്തിലായിരുന്നു. അവിടെ ആർക്കും പ്രവേശനമുണ്ടായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഈ കച്ചവടം മുഴുവൻ നടക്കുന്നത്. പെസഹ പെരുന്നാൾ യഹൂദന്മാർ എത്രയും വലുതായി കരുതിയിരുന്നു. ഭക്തജനങ്ങളായി വരുന്നവർക്ക് യാഗാർപ്പണത്തിനുള്ള മൃഗങ്ങളെ ദേവാലയ പരിസരത്ത് തന്നെ ലഭിക്കുമായിരുന്നു. ദേവാലയത്തിന് പുറത്തുനിന്ന് മൃഗങ്ങളെ കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുകയില്ലായിരുന്നു. പുറത്തുള്ളവയേക്കാൾ ഈ അകത്തുള്ളവയ്ക്ക് വളരെ കൂടുതൽ വിലയും നൽകണമായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തോട് ഭക്തിയുള്ള ചില പുറജാതികൾ ഈ പ്രാകാരത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുമായിരുന്നു. എന്നാൽ അവിടം ഇപ്പോൾ മൃഗങ്ങളെ വിൽക്കുന്ന ചന്തയാണ്. അപ്പോൾ മൃഗങ്ങളെ വിൽക്കുന്ന ചന്ത എപ്രകാരം ഇരിക്കുമെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പാവങ്ങൾക്ക് ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യമില്ലാതാക്കി. മാത്രമല്ല, പുരോഹിതന്മാരുടെ പിന്തുണയോടുകൂടെ കൈക്കൂലിയും അഴിമതിയും അമിത വിലയും കൊണ്ട് സാധു ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും പതിവായിരുന്നു. ഇന്നും ഇതുതന്നെയാണല്ലോ നടക്കുന്നത്.
ഒരു വർഷം പണി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ദേവനെ പ്രസാദിപ്പിക്കുവാൻ അല്ലെങ്കിൽ പുണ്യവാളനെ പ്രസാദിപ്പിക്കുവാൻ പാവങ്ങൾ അർപ്പിക്കുന്നു. അവരോട് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന സകല കാര്യങ്ങളും നടക്കുമെന്നാണ്. ആർക്കെങ്കിലും എവിടെങ്കിലും സാധിച്ചു കിട്ടിയ 1-2 കാര്യങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പ്രിയ സുഹൃത്തെ, ഈ കഷ്ടപ്പെട്ട് താങ്കൾക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുന്നതിനേക്കാൾ താങ്കളെ നൽകുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവഹിതത്തിനായി, യേശുവിനായി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? എന്തിനാണ് അവർ അപ്രകാരം ചെയ്തിരുന്നത്? അവർ മതത്തെ വളരെ ലഘൂകരിക്കുകയാണ് ചെയ്തത്. കൈസരുടെ പ്രതിമയുള്ള ഒരു റോമൻ നാണയം കൊണ്ട് അവിടെ ചെന്നാൽ, അതായത് ദേവാലയത്തിൽ ചെന്നാൽ, അവർക്ക് യഹൂദ നാണയം മാറിക്കിട്ടുമായിരുന്നു. അത് ദേവാലയത്തിൽ ഉപയോഗിക്കുവാൻ കഴിഞ്ഞിരുന്നു. ആരാധനക്കാരുടെ സൗകര്യത്തിനു വേണ്ടിയാണ് അവർ അവിടെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഉപാധിയുണ്ടല്ലേ? വലിയ നാണയങ്ങൾ കൊടുത്ത് ചില്ലറയും അവിടെ നിന്ന് വാങ്ങുവാൻ കഴിയുമായിരുന്നു. മതത്തെ ലഘൂകരിക്കുക മാത്രമല്ല, വില കുറഞ്ഞതാക്കി തീർക്കുകയുമാണ് അവർ അന്ന് ചെയ്തിരുന്നത്. ചിലർ സഭയെയും ക്രിസ്തുവിന്റെ കാര്യത്തെയും വളരെ വില കുറഞ്ഞ കാര്യങ്ങളാക്കി മാറ്റാറുണ്ടല്ലേ? ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. സുവിശേഷ വേല പോലും പണസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി പലരും കാണാറുണ്ട്. ദൈവം ഒരിക്കലും പൊറുക്കുന്ന കാര്യമല്ലത്. അവർ അവിടെ മൃഗങ്ങളെ വിൽക്കുകയും ചെയ്തിരുന്നു. കാളകളെയും ആടുകളെയും വളർത്തിക്കൊണ്ടുവരിക വളരെ ശ്രമകരവും പണച്ചെലവുമുള്ള കാര്യമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ഇതെല്ലാം ഒരേ സ്ഥലത്ത് ലഭിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടവുമായിരുന്നു. ഇനിയും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നെഴുതിയിരിക്കുന്നത് ഓർത്തു. കർത്താവ് വളരെ കർക്കശമായിട്ടാണ് ഇവിടെ ഇടപെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ശിഷ്യന്മാർ 69-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം ഓർത്തു. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ 17 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം എഴുതുമ്പോൾ അതിന്റെ 25-ാം വാക്യത്തിലും 19-ന്റെ 28, 29 വാക്യങ്ങളിലും ഈ സങ്കീർത്തനത്തിൽ നിന്നു തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് എന്റെ പിതാവിന്റെ ആലയം എന്നത്രേ. തന്റെ 12-ാമത്തെ വയസ്സിൽ ഇതേ ദേവാലയത്തിൽ വെച്ച് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇതാ 18 വർഷം കഴിഞ്ഞ് പിതാവിന്റെ ഭവനം ശുദ്ധീകരിക്കാനായി ഇതാ പുത്രൻ വന്നിരിക്കുന്നു. എന്റെ പിതാവ് എന്നത് തന്റെ മശിഹാത്വത്തെ തെളിയിക്കുന്നു. ഇവിടുത്തെ കർശന നടപടിക്കുള്ള അധികാരത്തിന്റെ അടിസ്ഥാനം ഇതാണ്, എന്റെ പിതാവ്. ദേവാലയത്തെ അവർ വാണിഭശാലയാക്കിയിരുന്നു. ദേവാലയം എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം ദൈവിക ബന്ധത്തിൽ അവിടെ ഒന്നും നടന്നിരുന്നില്ല. അവിടെ ആകെ നടക്കുന്ന വാണിഭമാകിയാൽ ഈ പേര് അന്വർത്ഥമാണ്, വാണിഭശാല. അവിടെ അമിത ലാഭക്കാരുടെ ചൂഷണത്തെയും വിശുദ്ധ സ്ഥലത്തെ വ്യാപാരത്തെയും കർത്താവ് നിശിതമായി കുറ്റം വിധിച്ചു. ഇന്നും അങ്ങനെയുള്ളവർ കുറ്റം വിധിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് മറക്കരുത്. ഇനിയും 18ഉം 19ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നോക്കിക്കേ, 18ഉം 19ഉം വാക്യങ്ങൾ. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു തന്റെ ശരീരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടയാളം കാണിച്ചു തരാൻ പലപ്പോഴും യഹൂദന്മാർ ആവശ്യപ്പെടുന്നത് കാണാം. ശ്രദ്ധിക്കുക, വിശ്വസിക്കുവാൻ മതിയായ തെളിവുകൾ ധാരാളമായി ലഭിച്ചിട്ടും വിശ്വസിക്കാതിരിക്കുന്നത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് ഇതല്ലേ? എന്തെങ്കിലും അത്ഭുതം നടക്കുന്നത് കാണുവാൻ മാത്രമാണ് മനുഷ്യരുടെ ഓട്ടം. എത്ര കണ്ടാലും വിശ്വസിക്കുകയുമില്ല. സുഹൃത്തെ, താങ്കൾക്ക് വിശ്വസിക്കുവാൻ മതിയായ തെളിവാണ് ദൈവവചനമാകുന്ന ബൈബിൾ. അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ താങ്കളെപ്പോലെ അരിഷ്ടൻ വേറെ കാണില്ല. ഇത് തന്നെയാണ് യാതനാ സ്ഥലത്ത് കിടന്നിരുന്ന ധനവാൻ അബ്രഹാം പിതാവിനോട് ആവശ്യപ്പെട്ടതും. പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് എന്റെ സഹോദരന്മാരോട് സുവിശേഷം പറഞ്ഞാൽ അവർ വിശ്വസിക്കുവാൻ സാധ്യതയുണ്ട് പോലും. അതിന് അബ്രഹാം പിതാവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. അവർക്കവിടെ ദൈവവചനമുണ്ട്, മോശയും പ്രവാചകന്മാരും, അതാണല്ലോ ദൈവവചനം.
അവർക്ക് അവിടെ ദൈവവചനമുണ്ട്. അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ എത്ര അടയാളം കണ്ടാലും വിശ്വസിക്കുവാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കുവാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിശ്വാസം എന്നും ബാലിശമായിരിക്കും. യേശുവിന്റെ സമയത്തെ യഹൂദന്മാരുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തരിക എന്ന്. 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അക്കാലത്തുണ്ടായിരുന്നത് ഹേരോദാവ് പണി കഴിപ്പിച്ച ദേവാലയമായിരുന്നു. അന്നും അത് പണി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 46 വർഷങ്ങളായി അതിന്റെ പണി നടന്നുകൊണ്ടിരുന്നു. 14ഉം 15ഉം വാക്യങ്ങളിൽ ദേവാലയം എന്നതിന് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ദേവാലയത്തെ മൊത്തത്തിലാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദേവാലയത്തിന്റെ പുറത്തെ പ്രാകാരമാണ് യേശു ശുദ്ധീകരിച്ചത്. എന്നാൽ 19 വാക്യത്തിൽ യേശു ഉപയോഗിച്ചിരിക്കുന്നതും യഹൂദന്മാർ 20 വാക്യത്തിൽ ആവർത്തിച്ചിരിക്കുന്നതുമായ വാക്ക് നവോസ് എന്ന വാക്കാണ്. ദൈവാലയത്തിന്റെ ഉള്ളിലെ വിശുദ്ധ സ്ഥലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ വാക്ക് ശരീരത്തെ സൂചിപ്പിച്ചുകൊണ്ട് 1 കൊരിന്ത്യർ 6:19 വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദേവാലയം നശിപ്പിക്കും എന്നാണോ നീ അർത്ഥമാക്കുന്നത് എന്നത്ര യഹൂദന്മാർ അവനോട് ചോദിച്ചത്. എന്നാൽ യേശു തന്റെ ശരീരത്തെക്കുറിച്ചാണ് അർത്ഥമാക്കിയത്. അതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. 21 വാക്യത്തിൽ അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത് എന്ന് നാം വായിക്കുന്നു. അവർ ദേവാലയം നശിപ്പിച്ചാൽ താൻ അതിനെ പണിയും എന്ന് യേശു പറഞ്ഞു. പണിയും എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുക എന്ന അർത്ഥമാണുള്ളത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഇത് സൂചിപ്പിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചതായിട്ടുള്ള ആ ഉയർപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യേശു അർത്ഥമാക്കിയത് അതുതന്നെയാണ്. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഉയർത്തെഴുന്നേൽപ്പ് വരെയും അവർ ആ കാര്യം മനസ്സിലാക്കിയില്ല. 22 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. തുടർന്ന് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. വാസ്തവത്തിൽ 23 വാക്യം മുതൽ 3 അധ്യായത്തിന്റെ അന്ത്യം വരെ നാം ഒരുമിച്ച് വായിക്കേണ്ടതാണ്. അവിടെ നിക്കോദിമോസിനെ കുറിച്ച് നമുക്ക് വിശദമായ ഒരു വിവരം ലഭിക്കുന്നു. ഇതൊക്കെയും പെസഹ പെരുന്നാളിന്റെ സമയം യെരുശലേമിൽ സംഭവിച്ചു. 23 വാക്യം, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അവരുടെ വിശ്വാസം രക്ഷയ്ക്കുള്ള വിശ്വാസമായിരുന്നില്ല. യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അവർ തലയാട്ടി സമ്മതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിതെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും അല്ലേ? അടുത്ത വാക്യം തന്നെ നോക്കിക്കോ. യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളതെന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. യേശു അവരെ വിശ്വസിച്ചില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണല്ലോ പറഞ്ഞത്. അവർ യേശുവിൽ വിശ്വസിച്ചു, എന്നാൽ അവൻ അവരിൽ വിശ്വസിച്ചില്ല. അതായത് അവരുടെ വിശ്വാസം രക്ഷയ്ക്കായുള്ള വിശ്വാസമല്ല എന്ന് അവൻ മനസ്സിലാക്കി എന്നർത്ഥം. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്തെന്ന് അവൻ അറിയാമായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? താങ്കൾ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ വിശ്വസിക്കുന്നു എന്നാണോ? താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ താങ്കളുടെ രക്ഷയ്ക്കായി വിശ്വസിക്കുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചുവെന്ന്, അവൻ താങ്കൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന്, താങ്കളുടെ നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ? ഇന്ന് യേശു ആകുന്നുവോ താങ്കളുടെ ഏക പ്രത്യാശ? വെറുതെ പറഞ്ഞതുകൊണ്ട് ഒരു വിശേഷവുമില്ല. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കാണണം. നിത്യവിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഏറ്റുചൊല്ലിയാൽ താങ്കൾക്ക് വിശ്വാസമാകുമോ സുഹൃത്തെ? എന്തെങ്കിലും ആരുടെയെങ്കിലും ആഹ്വാനത്തിന് പിൻപിൽ കൈപൊക്കിയത് കൊണ്ട് വിശ്വാസമാകുമോ? ആശ്രയവും അനുസരണവും വിശ്വാസത്തിന്റെ 2 വശങ്ങളാണെന്ന് മറക്കരുത്. നാം
യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ വാസ്തവമായി അവനിൽ ആശ്രയിക്കുന്നുണ്ടോ? വാസ്തവമായി അവനെ അനുസരിക്കുവാൻ തയ്യാറാണോ? ഈ ജനം താൽപ്പര്യം പ്രകടിപ്പിക്കുകയും യേശുവിൻ്റെ അതിശയ പ്രവർത്തനങ്ങൾ കണ്ട് വിശ്വസിക്കുകയും ചെയ്തു. അവർ അത്ഭുതങ്ങൾ കണ്ടതിനാൽ വിശ്വസിച്ചല്ലേ മതിയാകൂ. എന്നാൽ യേശു അവരെ വിശ്വസിച്ചില്ല. കാരണം അവരുടെ വിശ്വാസം യഥാർത്ഥമല്ല എന്ന് യേശുവിനറിയാമായിരുന്നു. മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. ഇത് നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം കാപട്യം നാം കരുതാറുണ്ട്. മറ്റുള്ളവരോടുള്ള പക, മറ്റുള്ളവരോടുള്ള കോപം, അസൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ഞാൻ ശരിയാകാൻ പോകുന്നില്ല എന്ന ചിന്തയല്ലേ പലപ്പോഴും നമുക്കുള്ളത്. യേശുക്രിസ്തു അവിടെ ജനക്കൂട്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വലിയ പുരുഷാരം അവനെ വിശ്വസിച്ചെങ്കിലും താൻ തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. എന്നാൽ രാത്രിയിൽ നിക്കോദിമോസ് അവന്റെ അടുക്കൽ വന്നപ്പോൾ നമ്മുടെ കർത്താവ് തന്നെത്താൻ അവനെ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തു. കാരണം നിക്കോദിമോസിന്റെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ യേശുവിന് താങ്കളെ വിശ്വസിക്കുവാൻ കഴിയുമോ? താങ്കളുടെ ആത്മാർത്ഥത എങ്ങനെയുണ്ട്? കാര്യം കാണുവാൻ മാത്രമുള്ള വിശ്വാസവും സ്നേഹവുമാണോ? മകന് അപ്പനോടുള്ള സ്നേഹവും ആശ്രയവുമാണോ താങ്കൾക്കുള്ളത്? യേശു ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവന് നിങ്ങളെ വിശ്വസിക്കാമോ? അതോ ഇന്നും കപടത ഹൃദയത്തിലുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ശുദ്ധ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കപടത ഒന്നുമില്ലാതെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കായും സ്തോത്രം. അവർ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിൻ്റെ കൃപ അവരോട് കൂടി ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് പ്രയോജനകരമായ സമയത്തെ തന്നാട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.